രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ നല്ല സിമ്പിളായിട്ട് കറികളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചു തരട്ടെ. പ്രത്യേകിച്ച് കുട്ടികളുടെ ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ റവ എടുക്കുമ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാതാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. നമുക്കിനി ചെറിയൊരു മസാലയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് ഉഴുന്നുപരിപ്പൊന്ന് മൂത്ത് വരുമല്ലോ, ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഒരു 3-4 എരിവിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയും കൂടി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒരുപാട് സോഫ്റ്റായിട്ട് അങ്ങനെ വാടണ്ട, നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ അങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ, ചെറിയ രീതിയിൽ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റും കൂടി നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാളയും ഉഴുന്നുപരിപ്പ് മിക്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കണേ മാവിലേക്ക്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്ററിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ ഒരു മിക്സ് എത്തിക്കിട്ടണം. പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി സവാളയിലും ആ ഒരു ബാറ്ററിലൊക്കെ ഇട്ടതാണ്, നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടി ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂണിൽ പകുതി ഒരു 2-3 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പച്ചട്ടിയില്ല, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം മാവ് ഈ ഒരു തിക്നെസ്സിൽ തന്നെ വേണേ, ഓവർ ലൂസായി പോവേണ്ട. ഇനിയിപ്പോൾ ഇതാ 1-1.5 സ്പൂണോളം മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ വലുപ്പമുള്ള സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു 1.5 സ്പൂണോളം ഒഴിക്കുന്നത്. നിങ്ങളെ വലിയതാണെങ്കിൽ 1 സ്പൂൺ മതി, കാരണം ഓവർ കട്ടിയാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേവാൻ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നേരിയതായിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം മാക്സിമം നന്നായിട്ട് കുറച്ച് വെക്കുക, കാരണം ഇതിൻ്റെ ഉള്ളിൽ വേവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നമ്മുടെ എല്ലാ ഐറ്റംസ് ചേർത്തല്ലേ. അങ്ങനെ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ കണ്ട മുകൾ ഭാഗമൊക്കെ ഒന്ന് വീർത്ത് മൊത്തത്തിലൊന്ന് ആറി വരും. ആ ഒരു സമയത്ത് മുകളിലും കൂടി കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്താൽ ഏകദേശം ഒരു 1-1.5 മിനിറ്റ് മാത്രം മതി കേട്ടോ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈഡും അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ചൂടോടെ തന്നെ നിങ്ങൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ഒട്ടുന്ന ടെക്സ്ചർ ആയിരിക്കും. ചൂടാറിയിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു കളറും നല്ല ടേസ്റ്റ് ആയിട്ട്. പ്രത്യേകിച്ച് ഒരു കറികളും വേണ്ട. അഥവാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ കഴിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചൂട് പാൽച്ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ ബെസ്റ്റാണ്. കുട്ടികൾക്ക് ടിഫിനിലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്